മൈക്കിൾ ജാക്സന്റെ ഡ്രൈവർ ഒരു മലയാളിയായിരുന്നു. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ട് സാധനങ്ങൾ കാണിച്ചു തരാം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലരമയിൽ കണ്ട മൈക്കിൾ ജാക്സന്റെ പടമാണിത്. ഈ ഡൈജസ്റ്റ് കണ്ടോ? 2009 അഥവാ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് 200 രൂപയ്ക്ക് വാങ്ങിയ ബാലരമ ഡൈജസ്റ്റ് ആണിത്. ഇനി ഒരു ബുക്ക് കൂടിയുണ്ട്. ഈ ബുക്കിലുള്ള പടങ്ങളെല്ലാം ശേഖരിക്കാൻ എത്ര രൂപ ചെലവാക്കിയെന്ന് എനിക്ക് പോലും വ്യക്തമായി അറിയില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ബാലരമയിൽ നിന്നാണ് ആദ്യമായി മൈക്കിൾ ജാക്സനെ പറ്റി ഞാൻ അറിയുന്നത്. പക്ഷെ അന്ന് ഇന്റർനെറ്റ് പോയിട്ട് വീട്ടിൽ TV പോലും ഇല്ലായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 2009 മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു. അങ്ങനെ ദൂരദർശൻ വാർത്തയിലാണ് ഞാൻ ആദ്യമായി മൈക്കിൾ ജാക്സന്റെ യഥാർത്ഥ മുഖം കാണുന്നത് തന്നെ. അങ്ങനെ മൈക്കിൾ ജാക്സന്റെ പാട്ടും ഡാൻസും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോരോ പടങ്ങൾ ശേഖരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ലാസ് റൂമിലുള്ള പല കൂട്ടുകാരും എനിക്ക് കുറേ അധികം പടങ്ങൾ കൊണ്ടുവന്നു. അതിൽ തന്നെ കുറെ കൂട്ടുകാർ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിനെ പറ്റിച്ചിട്ടുകൊണ്ട് 2009 ജൂൺ 25 രാവിലെ ദൂരദർശൻ വാർത്ത കേട്ട അമ്മയാണ് എന്നോട് പറയുന്നത് മൈക്കിൾ ജാക്സൺ മരിച്ചുവെന്ന്. പിന്നീട് അന്നു മുതൽ പത്രങ്ങളിലും മാഗസിനിലും ഒക്കെ വന്ന ചിത്രങ്ങളും വാർത്തകളും എല്ലാം ഇന്നും എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. സ്കൂളിലെ ഏറ്റവും വലിയ മൈക്കിൾ ജാക്സൺ ഫാൻ ഞാൻ തന്നെയായിരുന്നു. അതിന് ഉദാഹരണമാണ് 10ാം ക്ലാസ്സിലെ എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക്. ഇതും പറഞ്ഞ് എന്നെ കളിയാക്കിയ കുറെ കൂട്ടുകാരുണ്ട്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്ത ധാരാളം കൂട്ടുകാർ വേറെയുമുണ്ട്. അന്നത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മൈക്കിൾ ജാക്സന്റെ ഡാൻസും സ്റ്റെപ്പും ഒക്കെ പഠിച്ച് സ്കൂളിൽ ഒന്ന് പെർഫോം ചെയ്യുക എന്നായിരുന്നു. പക്ഷെ അത്രയും കഴിവൊന്നും എനിക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിന് സാധിച്ചതുമില്ല. പിന്നെ ഈ രാജാവിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ.